ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ആദ്യം തന്നെ ഒരുപാടധികം സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ കാര്യക്കാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രജോദേട്ട, ഷാജേട്ടാ, വെൽക്കം. സുഖല്ലേ, ഉഷാറല്ലേ എല്ലാവരും? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങല്ലേ? അപ്പൊ ഇലക്ഷൻ റിസൾട്ടിലേക്കുള്ള ചൂട് ഇതാ ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് തണുപ്പിക്കാനും ചിരിപ്പിക്കാനുമായിട്ട് ഞങ്ങൾ ഇതാ ഒരു സ്കിറ്റ് അങ്ങോട്ട് തരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീം മാസ്, മനു ചേട്ടൻ, അജി ചേട്ടൻ ആൻഡ് സുമി ചേച്ചി. ഇതായിരിക്കും വേറെ. അയ്യോ അയ്യോ എനിക്ക് വയ്യാട്ടോ ചേട്ടാ. അയ്യോ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ 4 പിള്ളേരുണ്ടായിരുന്നു, അവരെ കളിപ്പിച്ചോണ്ടിരുന്ന പോരെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാനും ഒരു പെണ്ണല്ലേ ചേട്ടാ. ചേട്ടനും ഇതിന്റെ പങ്കാളിയല്ലയോ? ചേട്ടനോട് നിർബന്ധിച്ചിട്ടാ. ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? അത് വീട്ടുകാരും എല്ലാരും വന്നപ്പോ ഞാൻ അങ്ങ് അയ്യോ എനിക്ക് ഒട്ടും വയ്യാട്ടോ. ഇത് ആരോഗ്യമുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞ മണിയാടി ഇത്. എനിക്ക് തല ഇറങ്ങുന്നു, ഛർദിക്കാൻ വരുന്നു, ദേഹം തളരുന്നു. നീ ഇച്ചിരി വെള്ളം കുടി. വെള്ളം വേണ്ട, വെള്ളം കുടിച്ചാൽ മാള് വെക്കും. വേണ്ട വേണ്ട വേണ്ട, ഇച്ചിരി വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ നിനക്ക് വല്ലാതെ വരും. വെള്ളം കുടിക്കരുന്ന്. എനിക്ക് വെള്ളം വേണ്ട, കുറച്ച് കഴിയട്ടെ. എടി കുറച്ച് വെള്ളം കുടിക്കുന്നത് ക്ഷീണം മാറും. എനിക്ക് ഞാൻ ക്ഷീണിച്ചാണ് ഇവിടെ കിടന്നാൽ എനിക്ക് വെള്ളം വേണ്ട, ആഹാരം വേണ്ട, എനിക്ക് ഒന്നും ഇറങ്ങുന്നില്ലെന്ന്. എനിക്ക് നീ തളർന്നു പോകുന്നു നിനക്ക്. ചേച്ചി വെള്ളം കൊണ്ടുവാ. അയ്യാ വെള്ളം തീർന്നു പോയി. ഇനിയിപ്പോ കുടിക്കാൻ നിങ്ങളൊക്കെ വിചാരിക്കും ഇവിടെ ഈ വെപ്രാളം കണ്ടിട്ട് ഇവള് ഗർഭിണിയാ, അതിന്റെ ഇതാ കാണിക്കുന്നതെന്ന്. അതൊന്നും അല്ല. കഴിഞ്ഞ ഞങ്ങളുടെ ഇവിടുത്തെ മണക്കാശ്ശേരി മണ്ഡലത്തിൽ ഇവള് സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ഇന്ന് അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം അതിന്റെ ആദ്യമായി ഇവളീ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ചേട്ടൻ പറഞ്ഞ ഞാൻ ജയിക്കുമോ? നീ നോക്കും. ഇങ്ങനാന്ന് പറയുന്നത്. എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടായോ നിങ്ങൾക്ക്? എന്തൊരു കയറി ഏറ്റടിയത്? എല്ലാരോടും നിർബന്ധിച്ചപ്പോൾ കയറിയേറ്റാന്ന് പറഞ്ഞില്ലയോ? പിന്നെ ചൂട് കാലത്ത് ജീപ്പിന്റെ തുറന്ന് ആ പുറത്ത് കയറിയിരുന്നപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ കാലത്ത് സുഖം കിട്ടിയപ്പോ നീ സമ്മതിച്ചില്ലൂടി? സമ്മതിച്ചില്ല. വേണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് തോന്നുവാ എനിക്ക്. നിനക്കല്ലേലും എടുത്തിയാടി ചെയ്യുന്ന കല കാര്യങ്ങളുള്ളതാ. നിനക്ക് എന്തും എടുത്താടിയാണ് ചെയ്യുന്നത്. അതെന്തൊരു സംസാരം അത്? നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങള് പിന്നെ 4 പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് തന്നോ നിനക്ക്? ഞാൻ ഭർത്താവാന്നോ? ഒരു മോറൽ സപ്പോർട്ട് തരാത്തൊരു ബോറന് അങ്ങനെ നല്ല പറയേണ്ടത്. സത്യം പറഞ്ഞാ ഞാൻ പോരണ നീ എടുത്തിയാടി ചെയ്തിട്ടില്ലേ നീ കിടന്ന് അനുഭവിക്കുന്നത്? ശരിയാ, ഞാൻ എടുത്തിയാടി ചെയ്ത്. സത്യത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം മാത്രമേ എടുത്തിയാടി ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ കഴുത്തി മാല ഇട്ടത്. ചില സമയത്ത് നിങ്ങൾ ചിമ്പാൻസിയാ. ഞാൻ എന്തോ ചെയ്യും? ഞാൻ എല്ലാരോടും ഞാൻ വോട്ട് ചെയ്താലും ചോദിച്ചായിരുന്നു. എല്ലാരും എനിക്ക് ചെയ്ത് കാണുമോ? എല്ലാരും ചെയ്തിട്ടുണ്ട്. എന്തുവാ രാഷ്ട്രീയം എനിക്ക് നല്ല അറിവുണ്ടല്ലോ. എല്ലാരെയും കണ്ടപ്പോ ഞാൻ നല്ലപോലെ ഞാൻ തൊഴുതു, വോട്ട് ചോദിച്ചു, ജയിക്കുമ്പോ ഞാൻ ടാറ്റ കാണിക്കാന്ന് പറഞ്ഞു. അതല്ലയോ ചെയ്യേണ്ടുന്നത്? അതല്ലേ ഒരാൾ ചെയ്യേണ്ടത്? പിന്നെ രാഷ്ട്രീയമാണെങ്കിൽ പ്രസംഗിച്ച് കയ്യിലെടുക്കുന്ന ആൾക്കാരെ നിനക്ക് പ്രസംഗിക്കാൻ അറിയാടി? നിനക്ക് പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ 4 പിള്ളേരെ പ്രസവിച്ചില്ലയോ? അതല്ലേ ഇതിലും വലിയ നല്ല കാര്യം. അയ്യോ, നീ ജയിച്ച് MLA ആയി കഴിയുമ്പോ നിയമസഭാ സമ്മേളനം കുടുംബം എന്ന് പറയാൻ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. എനിക്ക് പ്രസവിച്ചുള്ള ശീലമേ ഉള്ളെന്ന്. കലാശക്കൊട്ടിട്ട് എല്ലാരും നിന്ന് ഡാൻസ് കളിച്ച് ഞാനും ഡാൻസ് കളിച്ച് അപ്പൊ എനിക്ക് വോട്ട് തരത്തില്ലയോ? അയ്യോ, കലാശാലക്കൊട്ട് ഞാൻ നിന്റെ കോപ്രായം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാ? എനിക്ക് വാട്സപ്പ് ഇമോജി ഉണ്ടാക്കാൻ അത്ര ഭാവം നീ കാണിച്ചത്. ശരിയാ പ്രസംഗിക്കാൻ ഇപ്പൊ എനിക്ക് അറിയത്തില്ല, രാഷ്ട്രീയം എനിക്ക് വലിയ രീതിയിൽ അറിയത്തില്ല, പക്ഷെ ഞാൻ ഇതെല്ലാം പഠിക്കും. നിങ്ങൾ നോക്കിക്കോ, എന്റെ രാഷ്ട്രീയം ഞാൻ മാതൃകയാക്കി ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോ പുസ്തകത്തിന്റെ താഴത്തെ കൊണ്ട് എഴുതി വെക്കല്ല. ഞാൻ തുപ്പലോട്ട് ഇങ്ങനെ എടുക്കുമ്പോ അത് മാഞ്ഞു പോകും. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നോടൊരു പരിഗണന ഇല്ലാത്ത. ഈ നാട്ടുകാർ ചെന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാവോ? മന്ദാകിനി ഈ നാട്ടിലെ ഉരുക്ക് വനിതയാണ്, അയൺ ലേഡി. മന്ദാകിനി മന്ദാകിനി അങ്ങനെ പറഞ്ഞത്. അയൺ ലേഡി എന്റെ ചുളുങ്ങി കിടക്കുന്ന ഉടുപ്പ് പോലും അയൺ ചെയ്ത് തരാത്ത അയൺ ലേഡി. നീ തോക്കും, ഈ അയൺ തുരിപ്പിക്കും, ഞാൻ ആക്രിക്കാർക്ക് വിൽക്കും. അയ്യോ ഞാൻ ജയിക്കത്തില്ലയോ കേട്ടോ? നീ കേറിപ്പോ ആലോചിക്കണ പറയടി. ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ട് നിനക്കൊരു പാഠവും ഉണ്ടോ രാഷ്ട്രീയത്തിനെ പറ്റി? നീ എവിടുന്ന് രാഷ്ട്രീയം പഠിച്ചത്? ഇതിനൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റിയത്? നിങ്ങൾ എന്തൊക്കെയാ നീ പറയുന്നത്? രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ബോധമുണ്ട്, ബന്ധമുണ്ട്. എങ്ങനെ? എന്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? അറിയത്തില്ല. ഒരു കാര്യം, ഇവിടെ കാണാൻ നല്ലൊരു സാധനം സെലക്ട് ചെയ്തെടുക്കും. എന്റെ അച്ഛൻ AP സരസൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ട്. എന്തോ ജ്ഞാനിയാണെന്നറിയാവോ? ഞാൻ ഈ വിജ്ഞാനിയുടെ നിറക്കുട്ടം. ഭയങ്കര ഇവരച്ഛന് വിജ്ഞാനം കാണും, ഭയങ്കര വിജ്ഞാനം. ഇത്രയും പ്രായമായിട്ട് എന്തോ വിജ്ഞാനം എന്നറിയാം ഇവരച്ഛന്. കൊണ്ടു നടക്കാൻ പറ്റത്തിന് പകുതി വിജ്ഞാനം തട്ടുമ്പുറത്ത് കയറ്റി വെച്ചേക്കാം ഇവരച്ഛന്റെ വിജ്ഞാനം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ബുദ്ധിയും ശക്തിയും കരുണയും ക്ഷമയും
ബോധവും വിവേകവും ഉള്ള ഒരു മനുഷ്യനാണ് എന്റെ അച്ഛൻ. അതെല്ലാം ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളില്ലായിരുന്നു. അതെന്തുവാ? കുളിയും നനയും. നിങ്ങൾ ചുമ്മാ ഇല്ലാവചനം പറയരുത്. നിന്റെ അച്ഛൻ കുളിക്കുവായിരുന്നു, ഈ വീട്ടിൽ വന്നപ്പോ മനസ്സപ്പെടുത്ത് മാങ്ങാന്ന് പറഞ്ഞ് ചപ്പുവായിരുന്നു പടി. അത് ഗൾഫിലെ സോപ്പ് ഉണ്ടാ മാങ്ങാൻ പോലെ തോന്നും. എപ്പോഴും എന്റെ അച്ഛനെ മാത്രം കുറ്റം പറയുന്നല്ലേ. എന്റെ അച്ഛനും എന്റെ വീട്ടുകാർ മാത്രം മോശം. നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എന്താ പറയത്തത്? നിങ്ങളുടെ അച്ഛനെ പറ്റി എന്താ പറയത്തത്? എന്നെ 2 നേരം കുളിക്കുവായിരുന്നു. ഓ ശരി, ഇവർ അച്ഛൻ 2 നേരം കുളിക്കും. ആദ്യം ഒരു കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ചെവിക്കകത്ത് സോപ്പ് അതായിരിക്കും, ആരെങ്കിലും കാണും പറഞ്ഞു വിടും. അങ്ങനെ അത് കളയാൻ വേണ്ടി രണ്ടാമത് നിങ്ങളുടെ അച്ഛൻ കുളിക്കും. അയ്യോ, അത് ഞങ്ങളുടെ അച്ഛന്റെ ചെവിക്കകത്ത് സോപ്പും പാത ഇരിക്കുന്നതല്ല. പിന്നെ ഞങ്ങളുടെ അച്ഛൻ പഞ്ഞിക്കകത്ത് അത്ര വെച്ചിട്ട് ഇവിടെ കയറ്റി വെക്കുന്ന, പോകുന്ന വഴിക്ക് മണം പറിച്ചിപ്പാൻ. അന്ന് പിന്നെ എന്തിനാ ചെവിക്കകത്ത് വെക്കുന്നത്? കൈക്കകത്ത് പഞ്ഞി വെച്ചിട്ട് അതിനകത്ത് അത്ര ഒഴിച്ചിട്ട് മണപ്പിച്ചോണ്ട് നടക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ കൊണ്ട് നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് മണപ്പിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ അത്ര മണങ്ങലല്ലടി. അച്ഛനാണ് ഈ മണങ്ങൻ. കണ്ടോ സപ്പോർട്ട് തരാതെ ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നുണ്ടോ ചേട്ടാ? ഞാൻ ജയിക്കുമോ? ഈ തോക്ക് വെടി തന്നയ്ക്ക് ഭയങ്കര അറിവും ബോധവും വിജ്ഞാനമുള്ളതാ. കുടുംബശ്രീയിലെ ചേച്ചിമാരെ ജമന്തിപ്പൂ കൃഷി ചെയ്തു, അത് പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചപ്പോൾ ലഡു വന്നിട്ട് തിന്നാൻ ചെന്നതാ ഇവർ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് ഇവർ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? ആൾക്കൊന്നിന് 10 കോഴിയെ കൊടുക്കണമെന്ന് പഞ്ചായത്തിൽ എഴുതി കൊടുക്കുക. ആൾക്ക് കൊന്നു തിന്നാൻ 10 കോഴിയെ കൊടുക്കണമെന്ന്. ഇത്രയും ഊർജ്ജം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുതോ? നീ തോക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. നീ തോക്കുമല്ലോ, നീ തോക്കും. നീ തോക്കണം. ഭർത്താവിന്റെ ചടിക്കട്ടെ, നീ തോക്കണോടി, തോക്കണം. അങ്ങോട്ട് പോയത് എങ്ങോട്ട് പോടാ? ഓമനിച്ചേ, നിങ്ങളുടെ ആട് കയറി പെരക്കത്തിരിക്കുന്ന ഞാൻ കൊല്ലു. ഞാൻ പുല്ലിനെ ആടല്ല, ആളായിരുന്നു. ആരാ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. എന്റെ പൊന്നെണ്ണാ, കഴിഞ്ഞ 1.5 മാസമായിട്ട് മന്ദാകിനി ചേച്ചിയുടെ പുറകെ ഞാനുണ്ട്. അങ്ങനെ പുറകെ നടത്തുന്നല്ല, ഞാൻ അണിയാണ്. നിന്റെ പേരെന്താ? മണി. എന്താ പണി? മണ്ണ് പണി. എവിടെ വീട്? മണിയുടെ. നമ്മുടെ പേരെന്തുവാ? കേരമണി. കേരമണിയല്ല, കേരമണി. അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. പുള്ളിക്ക് മാത്രം മണിയില്ലല്ലോ. അച്ഛന് മണിയില്ല, ഒരു പണിയില്ല. മണിയിൽ നേരത്തെ എന്താ? അല്ല, അച്ഛന് നേരത്തെ പണി എന്ന് പറഞ്ഞാൽ അച്ഛന് ഈ ഞങ്ങളുടെ വാതിക്കയിരുന്ന് ബീഡി തെറുക്കുന്ന പരിപാടിയായിരുന്നു. എന്നും രാവിലെ ബീഡിയിലെ എടുത്ത് ചുക്കായിട്ട് അച്ഛൻ ബീഡി ഇങ്ങനെ തെറുത്ത് കൂട്ടും. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പം പിന്നെ ബീഡി തെറുക്കാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം ഇത് ലഹരിയല്ലേ, ലഹരി അങ്ങ് നിർത്തി ഞാൻ. അങ്ങനെ ബീഡി തെറുപ്പില്ല ഇപ്പൊ അച്ഛനും. എന്താ പരിപാടി? ഇപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോ വാതിക്ക ഇരുന്നിട്ട് ഉടുത്ത മുണ്ട് ഇങ്ങനെ തെറുത്ത് കയറ്റുന്നുണ്ട്. ശീലം മറക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛന്. ആൾക്കാരൊന്നും വീട്ടിൽ വരത്തില്ല, ഞങ്ങൾ അച്ഛൻ കേട്ടതില്ല. ഞങ്ങളുടെ വീട്ടിലെ വാതിൽ കുത്തിയിരുന്ന് മുണ്ട് പൊക്കി കാണിച്ചാൽ ആരെങ്കിലും വരുവാണ്. അല്ല ചേച്ചി ചേച്ചി നീ വന്നപ്പോ മുദ്രാവാക്യം വിളി കേട്ടിട്ട് അവൾ അടുക്കളയുടെ താഴെയാണ് ജനൽ എല്ലാം തിരിപ്പുണ്ട്. എന്റെ പൊന്നാണ് ചേച്ചി ഞങ്ങൾക്ക് സമയമായിരുന്നു പ്രകടനത്തിനൊക്കെ. ജയിച്ചു പോലും റിസൾട്ട് പോലും കാണാൻ അവള് സമ്മതിക്കത്തില്ല. പിന്നെ അയ്യോ ചേച്ചി ജയിക്കുമെന്ന് ആര് പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നടത്തി. ചേച്ചിയെ ചുമ്മാ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കരുത് കേട്ടോ. അങ്ങനെ ജയിക്കും എനിക്കറിയത്തില്ല. അവള് ജയിക്കുമല്ലോ. നീ ജയിക്കുന്നതിന് എന്തോ ചോട്ടാക്കി വെച്ചത്? അവിടെ എന്തോ ഒട്ടാക്കി വെച്ചത്? എന്തുവാണ് എന്റെ പൊന്നാണ് ചേച്ചി വെച്ചോട്ട് വിളിക്കുക. നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ പെണ്ണുപിള്ള ഈ അവസ്ഥയിലായത്. എന്റെ പെണ്ണുപിള്ളക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്നെ കേട്ടുവോ? അയ്യ ഭയങ്കര ഇതിൽ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റും. നിന്നെ ഞാൻ തല്ലിക്കൊല്ലിച്ചില്ല. ഞാൻ തല്ലിക്കൊല്ലിച്ചില്ല. ഞാൻ എന്തോടാ ഫോൺ വൈബ്രേറ്റ് അടിക്കുന്നു. എടുക്കടാ. നിച്ചനോട് അവിടുന്ന് പെരുക്കട്ടെ, നല്ല സുഖം. എടുക്കടാ. നിച്ചനോട് പെരുക്കട്ടെ, നല്ല സുഖം. ഇതിനെക്കാളും നല്ല സുഖം പാനിന്റെ പോക്കറ്റ് എന്താ സംഭവം? എടുക്ക ഗോപാല. എടാ ഗോപാല, ഞാൻ അത് അവിടെ കാണാൻ നോക്കടാ, ഒന്ന് നോക്കടാ. പരിസരത്ത്, ആ സ്കൂളിന്റെ പരിസരത്ത് കാണാൻ നോക്കടാ. എടാ ഞാനത് എടുത്തു. ഇലക്ഷൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ഞങ്ങളത് എടുത്തു. അത് എടുത്തിട്ട് അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അവിടെ കണ്ട് വെച്ചത്. എടാ നീ ഒന്ന് നോക്കടാ. അത് സത്യമായിട്ട് ഞാൻ കണ്ടില്ലടാ. ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ജയിക്കട്ടെ. ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടുന്നേലും ഞാൻ തപ്പിപ്പിടിച്ചോളൂ. ഞങ്ങളുടെ അവകാശം ഉന്നയിച്ച് ഞങ്ങൾ എവിടുന്നേലും ഞാൻ തപ്പിപ്പിടിച്ചോണ്ട് തരാവടാ. പ്ലീസ്ടാ. എടുത്തു പോയില്ലേ ഞാൻ, ക്ഷമിക്കടാ. കൊണ്ടുതരാം ഞാൻ, എങ്ങനെയാലും കൊണ്ടുതരാം ഞാൻ. ഓ ഗോപാലന്റെ ശല്യമേ. എന്ത് പറ്റിയടാ? ഓ ഈ ഗോപാലൻ ഭയങ്കര വിഷയം വന്നേ. നീ എന്തോ എടുത്തോണ്ട് പോയ? മമ്മൂട്ടിയാന്ന്? അല്ല എന്തോ വാക്കത്തിയോ? അല്ലെന്ന്. പാത്രോ? അല്ലെന്ന്. നീ എന്റെ എടുത്തോണ്ട് പോയിട്ട് കളഞ്ഞെന്ന് പറഞ്ഞ ഈ ഗോപാലിന്റെ ഒരു വല്യമ്മയില്ലായിരുന്നു, നടക്കാൻ വയ്യാതെ കട്ടിലേക്ക് കിടക്കുന്നത്. അവരെ ഇലക്ഷന് ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു വോട്ട് ചെയ്യാനായിരുന്നു. ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവരെ ആ സ്കൂളിന്റെ മതിലിൽ ഞാനൊന്ന് ചാരി നിർത്തി ഒരു ബീഡി വലിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഈ തള്ളെ കാണുന്നില്ല. 1.5 മാസം ഇതുവരെ വീട്ടിൽ ചെന്നില്ലെന്ന് പറഞ്ഞ് ഈ ഗോപാലൻ കിടന്ന് എന്തോ ഒരു ശല്യമാണ്.
നിനക്കൊക്കെ ഈ ആവശ്യത്തിന് ഓരോ തീവ്രം ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നീ ഇടപെടത്തില്ലല്ലോടാ. ചേച്ചി ഇങ്ങോട്ട് പിള്ളേരെ കൊണ്ട് ഞാൻ എന്തോ ഭയങ്കര സംഭവമൊക്കെ ഒപ്പിച്ച് വെച്ചോക്കെ ഞാൻ അവിടെ ചേച്ചി കഴിയുമ്പോൾ എന്തുവാ ഈ മൂട്ടിത്തിരി പൊട്ടിത്തിരി സംഭവമൊക്കെ ഉണ്ട്. മുട്ടിത്തിരി പൊട്ടിത്തെറിയോ? മൂട്ടിത്തിരിക്കുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിയ സംഭവമില്ലേ? ഓ പാർട്ടി പോ. അതല്ലേ ആ സംഭവമൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര അറിവാ നിനക്ക്. പിന്നെന്ന് പറഞ്ഞാൽ കൈകൊട്ടി കളി സംഘത്തെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൈകൊട്ടി കളി സംഘമൊക്കെ എന്തിനാ ഇങ്ങനെ റാലി പോകുമ്പോ? അണ്ണാ ചേച്ചി ജയിക്കത്തില്ലേ? ചേച്ചി ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പ്രകടനമുണ്ട്. ഈ പ്രകടനത്തിന് മുമ്പിൽ ഞങ്ങൾ കൈകൊട്ടി കളിക്കാരെ അങ്ങോട്ട് ഇറക്കി വിടും. ഈ പഞ്ചായത്ത് റോഡൊക്കെ ഇല്ലേ, ഈ പഞ്ചായത്ത് റോഡ് ഇവർ കൈകൊട്ടിക്കളി നടക്കുമ്പം അത്ര റോഡിന്റെ വീതി അങ്ങ് കൂടും. അപ്പൊ അത്രയും പ്രവർത്തനം ഞങ്ങളുടെ നടന്നു അവിടെ. കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടല്ലേ? കൈകൊട്ടിക്കളി ഉണ്ട്. ആരൊക്കെയാണെന്നറിയാ കൈകൊട്ടിക്കളിക്ക്? നമ്മുടെ രാഘവൻ കച്ചാട്ടൻ ഇളയ മോളില്ലേ മഞ്ജു ഉണ്ട്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരുള്ള മറ്റേ ലിസി ഇല്ലേ, ലിസി വെക്കേഷൻ വന്നിട്ടുണ്ട്. ലിസി ഉണ്ട് കൈകൊട്ടിക്കളിക്ക്. പിന്നെ നമ്മുടെ സുധാകരൻ കൊച്ചാണ്ട് അവിടുത്തെ മരുമോളല്ലേ, ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ, രാജേഷ് കല്യാണം കഴിച്ചേ, സിന്ധു ഇതുണ്ട് കൈകൊട്ടിക്കളിക്ക്. അങ്ങനെ 4-5 സുന്ദരി പെണ്ണുങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവരെ ലീഡ് ചെയ്യുന്നവരാന്നറിയോ? ഞാൻ പറഞ്ഞായിരുന്നു, കാണാമായിരുന്നു നേരം. ആരാ ലീഡ് ചെയ്ത് കളിക്കുന്നത്? ഞങ്ങളുടെ അമ്മൂമ്മ, പാറക്കുട്ടി അമ്മൂമ്മ. അല്ല, ചമ്പാവരി ചോറിനകത്ത് കല്ല് വാരിയിട്ടല്ലോടാ. ഞാൻ വരത്തില്ല കൈകൊട്ടി കളി കാണാം. ഞാൻ വരത്തില്ല കൈകൊട്ടി കളി കാണാം. ചേച്ചി വിളിക്കണം. എനിക്ക് ചേച്ചി പ്രകടനത്തിന് കൊണ്ടുപോകണം. അണിയോ ഗിണിയോ ഏതാണ്ട് ഇവിടെ വന്നേക്കുന്നു. വന്നേന്ന് ഫസ്റ്റ് വന്നു കേട്ടത്. പാറവാട്ടാന്ന് നീ താങ്ങി കൊണ്ട് നടക്കുന്ന ഏറ്റവും കള നിന്റെ തല. മണിയേ മണിയേ ചേച്ചി മണി 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 ചേച്ചി നിർത്ത്. ഓ മണി, ഞാൻ ജയിക്കുവാടാ മണി. എന്താ ചോദ്യമാ ചേച്ചി ചോദിക്കുന്നത്? ഇത് കണ്ടാ മൈലാഞ്ചി കല്യാണം കൂടിയിട്ട് വരുമല്ല ഞാൻ. 5 വോട്ടാ അങ്ങോട്ട് ഈച്ചേക്കുന്ന ചേച്ചിക്ക് വേണ്ടി. നീ സൂപ്പറാണ് മണി, നീ സൂപ്പറാ. നീ കള്ളോട്ടിട്ടില്ലടാ. നീ കളയോട്ട് ചെയ്തില്ലൂടാ. എതിർ പാർട്ടിക്കാരെ ഞാൻ നിന്റെ 5 പേരിലും വെട്ടി ഞാൻ കളയോ. സത്യമായിട്ടും കള്ളവോട്ട് ചെയ്തതല്ല. കനമച്ചയുടെ വോട്ട് ചോദിക്കാൻ പോയപ്പോ അവര് അടുക്കളയുടെ കഥവിനിടെ വെച്ച് ഇറക്കിയത് നല്ലൊരു കാര്യമല്ലേ, വോട്ട് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ ആണ്. പക്ഷെ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ വോട്ട് ചോദിക്കാൻ പോയി. എനിക്ക് വയ്യ. എനിക്കിപ്പോ നല്ല സംശയമുണ്ട്, നമ്മുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിയായിരുന്നു മണിയെ? നീ നല്ല രീതി ഔട്ട് ചോദിച്ചായിരുന്നോ? എനിക്ക് നല്ല സംശയമുണ്ട്. ജയിക്കൂടാ, നിനക്ക് പ്രവർത്തനം പോലെ ഇരിക്കും എന്റെ വോട്ട്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്തോ പറഞ്ഞോണ്ടേ പറഞ്ഞു. ചേച്ചി ഈ നാടിന്റെ മുക്കും മൂലയും നോക്കും, മൊത്തം മന്ദാകിനിയുടെ പടം കൊണ്ട് നിരത്തി വെച്ചേക്കോളൂ ഞാൻ. അങ്ങോട്ട് നോക്കിയ മന്ദാകിനി, ഇങ്ങോട്ട് നോക്കിയ മന്ദാകിനി, അങ്ങോട്ട് നോക്കിയാലും മന്ദാകിനി, മന്ദാകിനി 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 മന്ദാകിനി, മൊത്തം മന്ദാകിനി. നാട്ടുകാർക്ക് ഇതേ പറയുള്ളൂ. ജയിക്കുവാണോ? അവളെ ടി വി വെച്ച് നോക്കണ്ട. ചേച്ചി പേടിക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് TV കണ്ടിട്ടാ വന്നേ. അണ്ണാ ചേച്ചിക്ക് 600 കൂടുതലാ. ഷുഗറല്ലെന്ന് ചെയ്തില്ലേ? 600 പൂരി വെച്ച്. 600 പൂരി വെച്ചപ്പോ അതിന് കറി ആര് വെക്കും? 600 പൂരി വെച്ചെന്ന് പറഞ്ഞു. കൂടുതൽ ഓട്ട് കിട്ടിയ സംഭവല്ലേ ഭൂരിപക്ഷം. അത് തന്നെ, അതുകൊണ്ട് ചേച്ചിക്ക് കേട്ടോ. പിന്നെ പേടിക്കുന്ന വെച്ച് നോക്കാം. അങ്ങനെ വെച്ച് നോക്ക്. സത്യം പറഞ്ഞ എനിക്ക് ടെൻഷൻ ഉണ്ടാ. നിങ്ങൾ പറഞ്ഞാൽ മതി റിസൾട്ട്. ഞാൻ ഈ കണ്ണും പൊത്തി ചെവിയും പൊത്തി ഇവിടെ നിൽക്കാം. നേരം നിൽക്കുന്നു തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം. ഇപ്പൊ വരും. അവിടെ ഫാനുപ്രിയയുടെ റിസൾട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും എന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൊതുകുമൂളാപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ PT ഉടുപ്പ് 4000 വോട്ടിന് തോറ്റിരിക്കുന്നു. ഉടുപ്പ് മാറുന്ന പാർട്ടി മാറുന്ന ഇനി മണക്കാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ താരതമ്യേന ഈ ഇലക്ഷനിൽ പുതുമുഖമായ മന്ദാകിനി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കുറ്റിക്കാട്ടിൽ ഏലിക്കുട്ടിയേക്കാൾ 500 വോട്ടിന് പുറകിലാണ്. രാവിലെ എത്ര ദിവസം ചെയ്തറിയത് മുഖത്ത് വെള്ളം തളിക്കാം. മുഖത്ത് വെള്ളം തളിക്കാം. ചേച്ചിയുടെ മുഖത്ത് വെള്ളം ഒഴിച്ച് പടർന്നു പോകണ. ചേച്ചി കേവലം വെള്ളം മുഖത്ത് വീണ് ഉണരേണ്ട ആളല്ല. ഈ നാട്ടിലെ ചേച്ചിയുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ശബ്ദം കേട്ട് ഉണരേണ്ട മന്ദാകിനിയാണ് ഈ കിടക്കുന്നത്.
തീരത്തടായി ഓമന തേത്താബേ തീരത്തായി ഓടന ഇറ്റാണോ നെഞ്ചിനകത്ത് മന്ദാകിനി മന്ദിനകത്ത് നെഞ്ചാകിനി ഇതാണ് ഞങ്ങളുടെ മന്ദാകിനി. കണ്ടോ 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 മനുഷ്യ കണ്ടോ ഇതാണ് മോറൽ സപ്പോർട്ട്, ഇതാണ് മോറൽ സപ്പോർട്ട്. അല്ലാതെ നിങ്ങളുടെ കൂട്ടി ഇങ്ങനെ വായ്ത്താളം അടിക്കുന്നതല്ല. നിങ്ങൾ ഇതിനു മുന്നേ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് തോൽവി ഞാൻ ഏറ്റെടുക്കും. കാരണം ഒരു നേതാവുമ്പോ ചുവട് എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു പോയിരിക്കും. ആൾക്കാരെ ജയിപ്പിക്കും. ചേച്ചി മുകളിൽ കയറി നീ കാണുന്ന എന്റെ തലയിൽ നീ കയറി നിരങ്ങി വിളിച്ചു. അങ്ങനെ വോട്ടെണ്ണിയപ്പോ ചേച്ചിയാണ് ഇപ്പൊ മുകളിൽ നിൽക്കുന്നത്. അങ്ങോട്ട് വെച്ച് നോക്കാൻ കേരളത്തിലെ വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വിജയിച്ച പാർട്ടി പ്രവർത്തകരുടെ ആഹ്ലാദ ആരവ പ്രകടനങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ നമ്മൾ വീണ്ടും മണങ്ങാശ്ശേരിയിലേക്കാണ് പോകുന്നത്. മണങ്ങാശ്ശേരി മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അടുത്ത 5 വർഷത്തേക്ക് മണങ്ങാശ്ശേരിയെ നയിക്കാൻ പോകുന്നത്? മണങ്ങാശ്ശേരിയുടെ സാരഥി ആരായിരിക്കും? അങ്ങനെ മണങ്ങാശ്ശേരിയിലെയും ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും നേരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുറ്റിക്കാട്ടിൽ ഏലിക്കുട്ടിയെ പിന്തള്ളിക്കൊണ്ട് ശ്രീമതി മന്ദാകിനി മണങ്ങാശ്ശേരിയിൽ വിജയിച്ചിരിക്കുന്നു. എന്തോ അത് കേട്ട് എന്റെ പൊന്നുമണി ഇനി എന്താ ചെയ്യേണ്ടത്? എം എൽ എ മന്ദാകിനി ഇനി എന്തുവാ? ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ചേച്ചി ഇനിയല്ലേ കിടക്കുന്നത്? ഇനി നമുക്ക് ആഹ്ലാദ പ്രകടനത്തിന് പോകണം, സത്യപ്രതിജ്ഞയ്ക്ക് പോകണം, പാർട്ടി സമ്മേളനത്തിന് പോകണം. ഒരുപാട് പരിപാടികളുണ്ട്. ഈ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ടേ ഈ നമ്മുടെ പ്രതിനിധികളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് ഏത് സാധനം വേണമെന്ന് ചോദിക്കും. അപ്പൊ ചേച്ചി എന്ത് പറയും? 200 രൂപ പച്ചക്കറി കിറ്റ് 2 കിലോ അരിയും പറയട്ടെ. ഏത് സാധനം വേണമെന്നല്ല, ചേച്ചിക്ക് ഏത് സ്ഥാനം വേണമെന്ന് അവർ ചോദിക്കും. അത് നീ പറ, അതുപോലെ ചോദിക്കാം. ശരി, ചേച്ചിയുടെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടേ നമുക്ക് സ്പീക്കർ ആയാലോ? എല്ലാരും പറഞ്ഞത് ഭയങ്കര അല്ലേ, അതിന് സ്പീക്കറോട് ആക്കി വെക്കും. ഇവിടെ അങ്ങനെ ഇവിടെ കൊടുക്കും, വൈ ചെയ്ത് കൊടുക്കണം. ഭയങ്കര ചെലപ്പില്ല നമുക്ക്. ഈ പുള്ളി എന്തൊരു വർത്തമാനം പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന നിസാരാണല്ലോ ഇത്. ഈ 5 വർഷമേ ഉള്ളൂ ഇവിടെ. 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ പോകണം. നമുക്ക് എന്നും പാർലമെന്റിൽ പോയിരുന്നു, ഇനിയിപ്പോ പാർലമെന്റിൽ പോവാ അല്ലേടി? അതൊക്കെ എനിക്കറിയാം. പാർലമെന്റിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നല്ല അവിടെ ചെന്നിട്ട് ഈ പുള്ളി ചുമ്മാ പറയുവാ. നമുക്ക് പ്രസംഗിക്കാൻ എന്തായാലും പ്രസംഗിക്കാൻ അറിയാൻ ചോദിച്ചു. പ്രസംഗമൊക്കെ ഞാൻ പഠിച്ചോളാം. എങ്ങനെയാണ് ഞാൻ ആദ്യം നന്ദി പറയണല്ലോ ഇവരോട്. നന്ദി പറയണം. എന്റെ തന്മയത്വത്തോടെ ഞാൻ നിൽക്കിച്ചട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, മണങ്ങാശ്ശേരി നിവാസികളെ, എന്നെ ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത് പറ്റത്തില്ല. പണ്ടത്തെ പെട്ടിയായിരുന്നു ഓട്ടം അവർ തിരിച്ചെടുത്തോണ്ട് പോയേന്. അല്ല പിന്നെ എങ്ങനെ? മെഷീനായിട്ട് പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്, ഇതങ്ങോട്ട് വായിച്ചേ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എന്തോടത്? നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ശിരസാ വഹിക്കുന്നു. ഏവർക്കും എന്റെ നന്ദി. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ആ ചോദ്യം അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ചോദ്യം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലോ, അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു? എന്റെ തെറ്റാണ്, ഞാൻ ചോദിക്കാൻ പാടില്ല. അതാ ഇതൊന്നും അല്ലടാ. എനിക്ക് ഇവിടുത്തെ നാട്ടുകാരോട്, ഇവിടുത്തെ കുറെ പെണ്ണുങ്ങളോട് പറഞ്ഞു. എടി സുജാത, എടി രമണി, എടി ശശികല, എടി ലത, ചന്ദ്രിക, നീയൊക്കെ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? ഒരു കുടുംബശ്രീയിൽ ഒരു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ വരുമ്പോ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടോടി? ഒരു ADS ആക്കിയിട്ടുണ്ടോ? പോട്ടെ, തൊഴിലുറപ്പിന് ഒരു മേറ്റർ ആക്കിയിട്ടുണ്ടോടി? നീയൊക്കെ എന്നെ പുച്ഛിച്ചതിന് ഞാൻ കണക്ക് ചോദിക്കും. പിന്നെ ഇന്നോവ കാറ് ഞാൻ വന്നിറങ്ങുമ്പോ നീയൊക്കെ വാവിളിച്ച് നോക്കിയിരിക്കോടി. നീയൊക്കെ എന്നെ കൈ തരും, കുമ്പിടിപ്പിക്കും.
എന്തോ സന്ദർഭത്തിന് ചേരാത്തൊരു പാട്ടും വിഷ്വലും? ആ കാളവണ്ടിയിലൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് പോയത്. സന്ദർഭത്തിന് ചേരുന്ന പാട്ട് തന്നെ. എന്തോ നീ ജയിച്ചെന്നറിഞ്ഞപ്പോഴേ ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാം അടുത്ത മണ്ഡലത്തിലേക്ക് പാലായനം ചെയ്യുന്നതാ കാളവട്ടിയിലൊക്കെ. ഇനി നീ ആരെ കയറി ഭരിക്കും? അയ്യോ മണിയെ, അവര് പോന്നെങ്കിൽ പോട്ടെ, ഞാൻ പഴയതുപോലെ നിങ്ങളെ ഭരിച്ചോളാം. അപ്പോഴേ ഈ മണി കാണും മുന്നില്. ഇന്റെ മുന്നണി ടീം മാസ് സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ കാര്യക്കാരുടെ അഭിപ്രായം ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. മനോജ്, അജേഷ്, സുമി കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഇതൊരു സത്യം പറഞ്ഞ ഒരു റിസ്കി ജോബാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അല്ലേ. ഈ ലേബർ റൂമിൻ്റെ മുമ്പിൽ പ്രസവിക്കാൻ കിടക്കുന്ന ഭാര്യയുടെ വിഷമം അറിയാൻ ഭർത്താവ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക്, അതായത് ടെൻഷൻ അനുഭവിക്കുന്നത്. അതാണ് നിങ്ങളെടുത്ത ഈ കണ്ടൻറ്റ് അല്ലേ. അതിൻ്റെ ആ ഒരു പോർഷനായിരുന്നു ആ ഫസ്റ്റ് ഹാഫ്. അതായത് അജേഷ് വരുന്നതിന് മുമ്പ് വരെയുള്ള ആ സാധനങ്ങളൊക്കെ എത്രയായിരുന്നു. ആ ഒരു പോർഷൻ സുമി നല്ല വൃത്തിയായിട്ട് ചെയ്തു. കാര്യം ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതെ തന്നെ നിന്നൊരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതെങ്ങനെ ജയിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ നല്ല രസമായിട്ട് നിങ്ങളാ ഉള്ളത് 3 പേര് നല്ല വൃത്തിയായിട്ട്. അജേഷ് ഇച്ചിരി നന്നായിരുന്നു കേട്ടോ, കുറച്ച് മേലിലായിരുന്നു. എന്തായാലും മനോഹരമായിട്ട് ചെയ്തു, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഉചിതമായ ഒരു സ്കിറ്റായിരുന്നു. ഇലക്ഷൻ ചൂടും ഇലക്ഷൻ റിസൾട്ടും രണ്ടിനും ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കുറേ മനോജിൻ്റെ കൗണ്ടറുകളുണ്ടായിരുന്നു, കുറേ. പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ ഒരുപക്ഷെ പറ്റുന്ന അത്രയും കൗണ്ടറുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ കുളിയുന്നതിന്. അതെ, അയ്യോ, കുറേ സാധനങ്ങൾ നമുക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് പെർഫോമൻസ് ആയിട്ടുള്ള കുറേ കൗണ്ടറുകളുണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. 3 പേരും ഗംഭീരമായിട്ടാണ് ചെയ്തത്. 3 പേര് ഒരു രക്ഷയില്ലായിരുന്നു. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ജയിച്ച് കഴിയുമ്പോൾ മനോജിൻ്റെ ഒരു ടോൺ മാറ്റമുണ്ട്, ഒരു നേരെ ഫിഗർ മാറുന്ന ഒരു, അത് നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അടുത്തതായിട്ട് പ്രചോദേട്ടൻ. സൂപ്പർ സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. മന്ദാകിനി തൂക്കി എന്ന് തന്നെ പറയാം. കാര്യം സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും മന്ദാകിനി ഈ ഇലക്ഷന് ജയിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അതെന്താ വെച്ചാൽ ആ പെർഫോമൻസിൻ്റെ ഒരു നിലവാരമാണ്. ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ഒരു പഴയ കൗണ്ടറും ഇല്ല എന്നുള്ളതാണ്. എല്ലാം നല്ല ഫ്രഷ് കൗണ്ടറുകളാണ്. കാര്യം നല്ല ചിരിക്കാനുള്ള കുറേ സാധനങ്ങൾ. അതായത് ഈ മറ്റേ വോട്ട് ചെയ്യാൻ നേരം 5 പേരിൽ 5 വോട്ട് ചെയ്തല്ലേ, പിന്നെ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് വോട്ട് ചോദിച്ചത്. അപ്പോൾ കഥകിനിടെ വെച്ച് ഞെരിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. പിന്നെ സുമിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. സുമി നല്ല രസമായിട്ട്, അതായത് നമുക്കറിയാൻ പറ്റും ആ ടെൻഷൻ അവിടെ എന്താണെന്നുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും ആക്ഷേപഹാസ്യത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള സ്കിറ്റ് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ടീമുകളാണ് നിങ്ങൾ 3 പേരും. അത് നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാധനം ചീറ്റി പോവാം. കാര്യം ഇത് എവിടെയെങ്കിലും ഒന്ന് വലിഞ്ഞു പോയാൽ, ഒരു സാധനം ഒന്ന് വലിഞ്ഞു പോയാൽ സാധനം ഒന്ന് കൈവിട്ടു പോകും. നിങ്ങൾ 3 പേരും നല്ല ടൈമിങ്ങിൽ, നല്ല കൗണ്ടറുകൾ. പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്, ഈ ഇലക്ഷൻ കഴിഞ്ഞിപ്പം ഈ റിസൾട്ട് വരാൻ വേണ്ടിയുള്ള മെയ് 4 വരെയുള്ള കാത്തിരിപ്പിനും ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ടെൻഷൻ നിങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങളത് കാണിച്ചു. അവസാനം ഒരു ലോജിക്കും ഇല്ലാത്തൊരു മ്യൂസിക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണിത്, നമുക്ക് ടെൻഷൻ തന്നു. അപ്പോഴാണ് പാലായനം ചെയ്തു പോകുന്ന കാര്യങ്ങൾ പറയുന്നതും അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. നല്ല അച്ചടക്കവും ഒതുക്കവുമുള്ള നല്ല ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഉഗ്ര സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. 3 പേർ അടിപൊളി. അപ്പം നമ്മൾ കാര്യക്കാരുടെ കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി ഇന്നത്തെ സമ്മാന തുക എത്രയാണ് എന്ന് നമുക്കറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. ഞാനൊരു 17,000 രൂപ. അടിപൊളി, നല്ല തുടക്കം. പ്രചോദേട്ട ഒട്ടും കുറയ്ക്കണ്ട. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 1000 രൂപ കൂടുതലിട്ട് 18,000 രൂപ. അടിപൊളി. അപ്പൊ 17 + 18 35,000 രൂപയായിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ. ഇനി എത്രയാണ് ഷാജി ചേട്ടൻ ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റാണ്, ഞാൻ കുറയ്ക്കില്ല. 65,000 രൂപയാണ് ഈ സ്കിറ്റിനായിട്ട് ടീം മാസ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ സ്കിറ്റുകളും കൗണ്ടറുകളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഉത്സവത്തിന് പോവാനും നമ്മളെ ചിരിപ്പിക്കാനും 3 പേർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം അഭിലാഷ് മല്ലിശ്ശേരി, രാജ്മോഹൻ ചേട്ടൻ ആൻഡ് വിഷ്ണു ചേട്ടൻ. ശരണം ദേവി ശരണം. താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ചെങ്ങന്നൂർ മുഖശ്രീ ഫോക്ലോർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 9:30 തന്നെ ശാസ്താംപുരം കാവ് അവതരിപ്പിക്കുന്ന ഈ കൊല്ലത്തെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ സൂപ്പർ ഹിറ്റ് ബാലെ ഈ ജഗവതം ഉണ്ടായിരിക്കുന്നതാണ്. അമ്മേ ശരണം ദേവി ശരണം.
ഈ കതില കാരണം 4ാമത്തെ തവണയായി കഞ്ഞിയും പ്ലേറ്റും കൂടെ താഴെ വീഴും. എന്റെ ദൈവം തമ്പുരാന് എന്റെ വയറ്റിലോട്ട് ഇനി ഒരു പറ്റി ചെല്ലണമെങ്കിൽ ഈ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അമ്മ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എന്റെ പൊന്നു കുഞ്ഞ്, ഇവിടെ കഴിക്കാൻ വേറെ വല്ലതും ഉണ്ടോ? കുറച്ചുകൂടെ കഞ്ഞി എടുക്കട്ടെ. ഇത് ഞാൻ എന്റെ അനന്തരവന്റെ വീട്ടിൽ വന്നാന്നോ അതോ ഒടിയമ്മാണിക്കന്റെ വീട്ടിലോട്ടാന്നോ വന്ന് കയറിയത്? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? എപ്പ വന്ന് കയറിയാലും കഞ്ഞി എടുക്കട്ടെ. എന്റെ അമ്മാവ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുമല്ലയോ, അതുകൊണ്ട് ഇവിടെ കഞ്ഞിയും കറിയും ഒന്നും വെച്ചില്ല. ഉച്ചയ്ക്ക് അവിടെ സദ്യ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അവിടെ പോയാ കഴിച്ചത്. രാവിലെ വരട്ടിയായിരുന്നല്ലോ. അതിനും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു, അതാ ഞാൻ എടുത്ത് അമ്മാവന് തന്നത്. ഇന്നലത്തെ കഞ്ഞി എടുത്തോണ്ട് തരാൻ ഞാനിവിടെ കെട്ടിയിട്ടേക്കുന്ന പശുവല്ല, അവന്റെ അമ്മാവനാ. അമ്മാവ എനിക്കൊന്നാമത് എന്തിനാണ് ഈ കൊച്ചെ ഇവിടെ കിടന്ന് തിരുത്തി വെക്കുന്നേ? അമ്മാവ അമ്പലത്തിൽ ഉത്സവത്തിന് ഭയങ്കര പരിപാടിയൊക്കെ നടക്കുക. നാടൻപാട്ടൊക്കെ ഉണ്ട്, എനിക്ക് നാടൻപാട്ട് ഭയങ്കര ഇഷ്ടമാ. നാടൻപാട്ട് കാണാൻ പോണം. അത് കഴിയുമ്പോ ബാലയുണ്ട്. അങ്ങനെ ഒരു 7 മണിയാകുമ്പോ ഒരുങ്ങിയിരിക്കണം, ഞാൻ വരും, എന്നിട്ട് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മധു ഇപ്പൊ എങ്ങനുണ്ട്? നല്ല സ്വഭാവം അമ്മാവ. അയ്യോ, എന്നെ കൈ വെള്ളയില കൊണ്ട് നടക്കുന്നത്. അവൻ ഈ നിലയ്ക്ക് സൈക്കിളേറ്റത്തിനൊക്കെ പോയോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചു? അപ്പൊ ഈ കയ്യാലൊക്കെ വെച്ച് ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കണമെങ്കിൽ എന്റെ അമ്മാവ അതുപോലെ എന്നോട് സ്നേഹമാന്നാ പറഞ്ഞത്. ഉണ്ടാവും. അവന്റെ അമ്മ അവനെ എന്റെ കയ്യിലോട്ടായി പെറ്റിട്ട് തന്നത്. പിന്നെ അവനെ കൊണ്ട് നടന്നതും ബാല് കൊടുത്തതും വളർത്തിയതും ഒക്കെ ആരാ? ഞാനാ. ആ സ്നേഹം അവൻ ഇന്നും ഉണ്ട്. പിന്നെ അവനാണ് എന്നെ ഒരു നേരം കണ്ടില്ലെങ്കിലുണ്ടല്ലോ, അവൻ ചെറുക്കന് ഭയങ്കര വിഷമമാ. എനിക്കും അതുപോലെ. അതുകൊണ്ട് ഞാൻ ഇവൻ ഇടയ്ക്ക് പണിയുന്നിടത്ത് പോകും. പോയിട്ട് ഞാൻ പറയും, മധുവേ നിന്റെ പഴയ സ്വഭാവം ഒന്നും എടുക്കരുത്, നല്ലൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ കൊച്ചിനെ നോക്കി മര്യാദക്ക് വീട്ടിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെ വന്ന് കേറിയപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ മാമ? മോളെ, നീ ആടി ഈ വീടിന്റെ വിളക്ക്. സത്യം എല്ലാരും പറയും. അതുകൊണ്ടാ ഈ വീടിന് ഇത്രയും ഐശ്വര്യവും ഉയർച്ച. സത്യവാ. ഈ ചെറുക്കനാണെങ്കിലേ ഇടയ്ക്ക് ഇച്ചിരി പന്ന സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു. കള്ളും കുടിച്ച് വീടിയും വലിച്ച് ഓടയിലൊക്കെ കിടന്ന് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവനെ ഞാൻ വഴക്ക് പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ ഇതുപോലൊരു നല്ല പെങ്കൊച്ചിനെ അവന് കിട്ടുമോ? എന്തുവാ എടി, വീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്നു കയറി ചെറുക്കന് ഇതുപോലൊരു സുന്ദരി കൊച്ചിനെ കല്യാണം കഴിക്കാൻ കിട്ടുമോ? ഞാൻ ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. സത്യമാ. 100 രൂപ എടുക്കാനുണ്ടോ മക്കളെ? 100 200 രൂപ അമ്മാവന് തരാം. അമ്മാവന് 100 രൂപ എനിക്കെന്തോ കുഴപ്പം? ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പോയി എടുത്തോണ്ട് വരാവേ. അയ്യോ, അമ്മാവന് 100 രൂപ. ഒന്നുകൂടെ ഒന്ന് കളത്തി വിട്ടായിരുന്നു ഒരു 500 ഇങ്ങ് പോന്നേന്. കള്ള് കുടിക്കാൻ കൊള്ളാം, വെള്ളം കുടിക്കാൻ കൊള്ളാം, കള്ളിന്റെ ലെന്തിനീ ലോകം മുത്തച്ഛ. ആ കള്ള് കുടിച്ച പിന്നെ എള്ളോളമില്ല, കള്ളം ഉള്ളാകെ തുള്ളിപ്പോമല്ലേ പൊന്നച്ഛ. എന്റെ ദൈവമേ, ഓരോ മനുഷ്യനൊക്കെ പെടുന്ന പാട് നോക്കി. പാത്രത്തെ വരെ ഫ്രഞ്ച് ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. ഇനി വന്നല്ല, എന്താടാ താമസിച്ചേ? വന്ന് കയറിയപ്പോഴേ അയവള്ളിയെ കോടി ഇരിക്കുന്ന പോലെ ഇങ്ങനെ നാടിനെ കണ്ടില്ലയോ? ഇതെന്ന് തുടങ്ങിയടാ നിന്റെ ഈ പരിപാടി? നീ എന്ന് കള്ളുകൂടി തുടങ്ങിയടാ? എടാ, നിന്നോടാ ഞാൻ ചോദിച്ചത് എന്ന് കള്ളുകൂടി തുടങ്ങിയെന്ന്. ഇത്രയും ചോദിച്ചിട്ട് അവന്റെ വായിക്കാത്തി നാക്കൊണ്ടോ നോക്കിയേ? നിനക്ക് നാക്കില്ലയോടാ? എന്താ ചോദിച്ചപ്പോ ചേര ഇറപിടിക്കാൻ നീട്ടുന്ന പോലെ അങ്ങ് നീട്ടിയല്ലോ. ചേട്ടൻ മാറി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ വളർത്തിയത് ഞാനാ, അറിയാവല്ലോ നിനക്ക്. ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയത്? ഇങ്ങനെ നാട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാനാണോ നിന്നെ വളർത്തിയത്? ഇത്രയും പറഞ്ഞിട്ട് അവന്റെ നിന്നെ പഠിക്കാൻ ശരിയാക്കി കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇതൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ആളെ മനസ്സിലായല്ലോ അല്ലേ? അമ്മാവൻ. പക്ഷേ ഏത് വകയിൽ ആരുടെ അമ്മാവനാന്ന് സാറ്റലൈറ്റിന് പോലും പിടുത്തം കിട്ടിയിട്ട്. അമ്മാവൻ ഇവിടെ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അന്നൊക്കെ ഇയാൾ മണം പിടിച്ച് ഇവിടെ വരും. സത്യം പറഞ്ഞാൽ ഇതുപോലെ മണം പിടിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഇയാളെ കഴിഞ്ഞ ജന്മം പോലീസുകാരായിരുന്നു എന്ന് പോലും എനിക്ക് ബലമായ സംശയമുണ്ട്. പേടിപ്പിച്ചാലേ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒന്നും ഞാൻ മിണ്ടാ നിന്നത് ഇത് എവിടം വരെ പോകുമെന്നൊന്ന് അറിയണമല്ലോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാ ചെന്നത്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? അവന്റെ കൊച്ചിച്ചനാന്ന്. ഞാനും അവനും കൂടെ എൻ്റെ അമ്മയടുത്ത് പോയി ചോദിച്ച്. എൻ്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ പൊന്നു മോനെ, ഇങ്ങനൊരാങ്ങളെ എനിക്കില്ല, ഞങ്ങൾ 2 പെമ്മക്കളാന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന്. അവളത് പറയും. പണ്ടേ അവക്ക് എന്നോട് ദേഷ്യവാ. അതൊക്കെ പോട്ട്.
നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയത് എന്തായി? ആ പെൻഷൻ കിട്ടിയ കാശ് ഞാൻ എന്റെ മുട്ടൊന്ന് തടവിക്കാൻ പോയടാ. പോലീസുകാർക്ക് ഒരു 5000 കൊടുക്കേണ്ടി വന്നു. കണ്ടന്റ് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം. ഏതോ സ്പായി പോയി എന്തോ പോക്കൃത്തരം കാണിച്ചാൽ അവര് പിടിച്ചടിച്ചോടിച്ച് എന്നിട്ട് പോലീസുകാർക്ക് ഒത്തുതീർപ്പിന് കൊടുത്തേക്കോ പൈസ. ആൾക്കാരുടെ മുമ്പിലൊന്നുമല്ല, മധുള്ള കാര്യമാണ് പറയുന്നത്. മധു പറഞ്ഞു ഞാൻ അതല്ല. ബോംബെ എപ്പോ വന്നു? ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയും. ബോംബെയിൽ ഇയാൾ പോയായിരുന്നു 6 മാസം മുമ്പ്. ഷാറൂഖ് ഖാന്റെ വീട്ടിലെ സെക്യൂരിറ്റിയോട് എന്ന് പറഞ്ഞ് എന്നെ അകത്ത് കയറ്റി വിട്ടില്ലേ നിന്റെ ജോലി പോവും, ഞാൻ ഷാറൂഖ് ഖാന്റെ മാമനാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇയാളെ പേടിച്ച് ഷാറൂഖ് ഖാൻ വീടിന് ചുറ്റും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കുക. അതോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അഹങ്കാരം പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ തോക്കാണ്ടെടുക്കല്ലേ നീ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അഹങ്കാരമുള്ള കാര്യം അല്ലേ പറ. ഇയാൾ ഏത് വകയില എന്റെ അമ്മാവനാകുന്നത്? നീ അതുവിധം പറഞ്ഞോണ്ടിരിക്കാതെ കുളിച്ചൊരുക്കി കൊച്ചിനെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ നോക്കാം. ഞാനും വരാം. ഇയാള് വരണ്ട, ഇയാൾ ഇവിടെ ഇരുന്നാ മതി. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ ബന്ധുക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. ആ സൈസ് ആള്. ഇയാളെ ഞാൻ അവസാനമായിട്ട് എപ്പോഴാ കണ്ടേന്നറിയാവോ? കഴിഞ്ഞ കർക്കിടക വാവിന് ആലുവ മണപ്പുറത്ത് ഞാൻ ബലിയിടാൻ വേണ്ടി പോയി അപ്പൂപ്പന് ഉരുള ഉരുട്ടി ചോറ് വെച്ച് കാക്കയെ വിളിച്ചപ്പം ഒരു മയില് നടന്നു വന്ന് ഈ ചോറെടുത്തോണ്ട് പോണു. ഇതെന്താ സംഭവം? ഓടിച്ചിട്ട് ഞാൻ പിടിച്ച് മുഖം മൂടി പൊക്കി നോക്കിയപ്പോ ഏതോ പാവപ്പെട്ടവന്റെ മയിലാട്ടത്തിന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നേക്കുക. ചോദിച്ചപ്പോ എന്നോട് പറയാ കാലാകാലങ്ങളായിട്ട് കാക്കയല്ലേ ഇതെടുക്കുന്നത്, ഇനി മയിലായിക്കോട്ടെന്ന്. അങ്ങനെ ഉണ്ട്. എനിക്ക് സംസാരിക്കണം. ഇയാളെ ഇവിടെ ഇരുത്തിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇതുപോലൊരു ദിവസം ഇവിടെ വന്ന് കേറി ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല. ഇടക്കിടക്ക് മാമനാന്നും പറഞ്ഞ് വരുന്നില്ലേ, വയസ്സായ മനുഷ്യനല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഞാനിവിടെ നിന്നോട്ട് മോനെന്ന്. ഞാനും അവളും കൂടെ പുറത്തോട്ട് പോയി. തിരിച്ചു വന്നപ്പോ ഇങ്ങനെ എന്താ കാണിച്ചു വെച്ചെന്നറിയാവോ? കൂടിയ ഞാൻ കോഴിയെ മേടിച്ച് ഞാൻ അടവെച്ചായിരുന്നു. ആ അടക്കോഴിയെ പിടിച്ച് മാറ്റിട്ട് ആ മുട്ടയൊക്കെ പുഴുങ്ങി തിന്നേക്കുന്നു. അതൊരു കീരി എടുത്തോണ്ട് പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പുഴുങ്ങി തിന്നിട്ട് മുട്ടയുമായിട്ട് പോണ കീരി എങ്ങനെ ഉണ്ട്? എടാ തനിക്ക് കാര്യങ്ങൾ പറയുമ്പോ മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കണം. എടാ നീ ഇങ്ങനെ അനാപച്ച് ഈ നാട്ടുകാരെ പറഞ്ഞ് മുന്നേ വെച്ച് പറഞ്ഞ എന്നെ നാണം കെടുത്താൻ വന്ന നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല. ഇയാൾ ഓരോ സ്ഥലത്ത് ഓരോ വേഷത്തിലാണ് ചെല്ലുന്നത്. വേഷപ്രച്ഛന്നനാകുന്ന കാര്യത്തിൽ AI മാറി നിൽക്കുകയാണ് മുമ്പിൽ. ഇത്രയും പറഞ്ഞല്ലോ. നിന്റെ അച്ഛൻ സുധാകരൻ പോലും എന്റെ മുന്നേ നേരെ നിങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ പേര് സുധാകരൻ എന്ന് ആരാണ് പറഞ്ഞത്? നിന്റെ അച്ഛന്റെ പേരെന്തുവാ? മുരളി. ആ മുരളി എങ്കിൽ മുരളി. അവൻ പോലും ഇതുപോലെ എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല. അറിയാവൂടാ? കിട്ടിയില്ല കേട്ടോ. 50 രൂപ ഇതുകൊണ്ട് സഹിച്ചോണേ. വള്ളതാട്ടാ കേട്ടോ. അയ്യോ അണ്ണനൊപ്പ വന്ന് എന്നിട്ടൊന്ന് വിളിക്കാൻ ഞാൻ എന്താ എന്നെ? അയ്യോ ഞാനിന്ന് ഒരുങ്ങിയിരിക്കുവായിരുന്നു. നമുക്ക് നാടൻപാട്ട് കാണാൻ പോകണ്ടായോ? ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക. അതിന് ബാല അമ്പലത്തിലാണ് നടക്കുന്നത്. നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? അണ്ണ അവിടെ ചെല്ലുമ്പോ ഒരുപാട് ആൾക്കാരില്ലേണ്ടാ. എന്റെ സൗന്ദര്യം കാണുമ്പോ അണ്ണനല്ലേ എന്റെ വെയിറ്റ്. അണ്ണ എനിക്ക് നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പോകാണ് കൊച്ചിനെ കൊണ്ട് അമ്പലത്തിൽ പോടാ. അണ്ണോ അണ്ണൻ ഇന്നും കുടിച്ചിട്ടാ വന്നേ ഇല്ലയോ? ഞാനങ്ങ് കുടിച്ചു. അല്ല അണ്ണൻ കുടിച്ചിട്ടാ വന്നത്. ഇല്ല. കുടിച്ചില്ലയോ? ഇല്ല. പിന്നെ എന്തിനാ കാലയെ കൊണ്ട് നിക്കറിന്റെ തലയെ കൊണ്ട് ഇട്ടേക്കുന്നത്? പറഞ്ഞ പോലെ ഇത് ആരുടെയാടാ ഇത്? നിങ്ങൾ കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? കുടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയാവോ? ശർക്കര. ഓ ഇപ്പൊ ഇവളാണല്ലോ പിടുത്തം. എന്റെ അണ്ണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കാതിരിക്കാൻ മറ്റേ ഊതിക്കത്തില്ലേ, അതിനേക്കാളും നല്ല പോലെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ടാണെങ്കിൽ കേരള പോലീസുകാർ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കണം. വേറെ എന്തിനാണ് ഈ 19,000 രൂപ മെഷീൻ വെച്ച് ഹൈവേ പാത്തിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ പോരെ, സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും. അണ്ണ പോകാണ് അമ്പലത്തിൽ പോകാം. ഞാൻ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ മനുഷ്യൻ നട്ടല്ലൊഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. നാടൻ പാട്ടും ഉണ്ടെന്ന് എനിക്ക് ബാലെന്നാലും പറ്റും. സോമർ പോയ അപ്പുറത്തെങ്ങനെ പോയ ദിവസവും കള്ളു കുടിച്ച് എന്നും ഇങ്ങനെ വീട്ടിൽ വന്ന് അമ്മാവൻ അറിയത്തില്ല എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് നിൽക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ടില്ലോ, എന്റെ മുടിക്ക് കുത്തി പിടിച്ചു. എന്റെ ദൈവമേ ഞാനത് സഹിച്ചു. പിള്ളേരെ ഓർത്ത് ഞാൻ സഹിച്ചു. ഞാൻ വിഷമിച്ച് നിന്റെ സമയത്തുണ്ടല്ലോ, ഒരു ദിവസം ഞാൻ മുറ്റത്ത് മീൻ പിടിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം കയറി കസാര എടുത്ത് എന്റെ പുറത്തോളം ഞാൻ സഹിച്ച് ക്ഷമിച്ചു നിന്നാ മാവ. ഒരു ദിവസം ഒരു ഇലക്ട്രിസിറ്റിന്ന് അവര് വന്നിട്ട് കറണ്ട് ഉരുക്കൊണ്ട് പോയി. കറണ്ടിന്റെ അങ്ങനെ ഞാൻ രാത്രി ഇരുട്ടത്ത് പിള്ളേരെ കൊണ്ടിരുന്നപ്പോ ഇക്കാരിക്കൊണ്ട് വന്ന് ചോദിക്കുക, എന്താണ് ഈ ലൈറ്റ് ഇടാട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഇതെടുത്തോണ്ട് വന്ന് എന്റെ തലയ്ക്കൊരാ നീ എന്താ നാശമാണ് ഈ കാണിക്കുന്നത്? നീ കല്ലും കുടിച്ചിട്ട് വന്നിട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ
മാറി നിക്ക് അമ്മാവ. എന്തായാലും വരുവാ ഇത്ര ചെയ്ത് പോരെ എന്നെ എത്ര നോക്കോ ഞാൻ ഇങ്ങോട്ട് ചെയ്തത് അന്ധഭയവൃക്കണം. ഇനി ഇവിടെ നീ ഒച്ച പൊക്കിയാൽ ഈ പെരയുടെ കഴുക്കോലൂരി ഞാൻ അടിക്കും. പ്രിയപ്പെട്ട മനുഷ്യരുടെ നിരവധി ഗാനങ്ങൾ പുറത്തിറക്കി അവസാന ഒരു ചെയിൻ സോങ്ങോടുകൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അയ്യോ, അമ്പലത്തിലെ നാടൻപാട്ട് കഴിയാൻ പോവാ. നീ ഒറ്റ ഒരുത്ത കാരണം എനിക്ക് നാടൻപാട്ട് കാണാൻ പോവാ. നിന്നെ ഞാനിന്ന് വരുന്നെണ്ണ ചേട്ടന് പോണം. വണ്ടി ഇപ്പൊ വരുമെന്ന്, പണിക്ക് പോകണ്ടേ? വരുന്നു. എല്ലാം വേഗം ഉണ്ടായോ? അയ്യോ, ഇതിന് മാത്രം ഇതെന്തുവാ? കറിയാണ് ചേട്ടാ മൊത്തം. അപ്പൊ ചോറ് കടയിൽ നിന്ന് കഴിക്കണം. മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ടോ? പൊന്നെ മുട്ട എല്ലാം പൊരിച്ചത് വെച്ചിട്ടുണ്ട്. അയ്യോ ചേട്ടാ, ഇന്ന് 10ാമത്തെ ദിവസം ഉത്സവം. അയ്യോ, ഞാൻ നേരത്തെ വരും. നേരത്തെ പറയണം. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ഉത്സവത്തിന് പോകണം കേട്ടോ. പിന്നെ ഇവിടെ അഴുക്കൊക്കെ ഇരിക്കുന്നത്, കുളിച്ച് ശരിയായില്ല. പിന്നെ കുളിച്ച് മാഷ അടുക്കള കയറി അതിൻ്റെ കൂടെ കരി എന്റെ മുത്ത് വേണ്ട പോ. ഇതുപോലെ എനിക്ക് കിട്ടി. ഇന്നലെ ഗ്യാസുകാരനെ വിളിച്ച് ഞാൻ പറഞ്ഞാണ് ഗ്യാസ് കൊണ്ടുവരണമെന്ന്. അപ്പൊ അവനൊരു മുട പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. 2 ചാട്ടം അങ്ങോട്ട് ചാടിയപ്പോ രാത്രി എങ്ങാണ്ട് ഗ്യാസുമായിട്ട് വന്നേക്കുവാണ്. നമ്മളെ ശല്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് പാവം പിടിച്ചവൻ ഇവിടെ തന്നെ ഗ്യാസുമായിട്ട് കിടന്ന് ഉറങ്ങുന്ന. ഇത്ര ഉത്തരവാദിത്തമുള്ള ഗ്യാസുകാരൊക്കെ ഉണ്ടോ ഇപ്പോ? ചേട്ടാ, അയ്യോ, എപ്പ വന്നായിരുന്നു? ഇന്നലെ വന്നായിരുന്നു. ഞാൻ രാവിലെ പണിക്ക് പോവാണ്. അതോ? എപ്പോ വരും? 7 മണിയാകുമ്പോ വരും. എന്താ ചോദിച്ചത്? 6 മണിയാകുമ്പോഴേ പോടാൻ. അയ്യോ വേണ്ട, ഞാൻ 2 കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരും. അമ്പലത്തിൽ ഉത്സവമല്ലേ, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. പരിപാടിയൊക്കെ കണ്ടിട്ട് പോയാ മതി. വേണ്ട. അതെന്താ? എന്റെ ശരീരത്തിൽ ഒരു ശകലം ജീവൻ ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി ഏതെങ്കിലും ഒരു തന്റെ അമ്മാവനായിട്ട് ഞാനങ്ങ് ജീവിച്ചോളാം അവിടെ. അമ്മാവാ, ഈ ഒരു സ്കിറ്റില് വഴക്കെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന ഒരു ഹസ്ബൻഡ് വൈഫിന്റെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലേ? സ്കിറ്റില് നമ്മുടെ കാര്യക്കാർക്ക് കൂടുതൽ എന്താണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് പറയാനുള്ളത് നമുക്കറിയാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എവിടെയാണ് ഇതൊന്ന് ഓണായി എന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നു പറയാം, നമ്മുടെ അടിയില്ലേ അവിടെ തൊട്ടാണ് ഈ പരിപാടി ഒന്ന് ഓണായത്. അതായത് ആൾക്കാരെങ്ങനെ പൊട്ടിച്ചിരിക്കാം എന്നുള്ളൊരു സാധനം. പിന്നെ ഞാനിതിന് ഏറ്റവും നല്ല കൈഡ് തരേണ്ടത് അതിന് ക്ലൈമാക്സിനാണ് കേട്ടോ. അതിനൊരു ഉഗ്രം കൈഡ് തരികയാണ്. കാരണം ശരിക്കും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ബന്ധം. മീനാക്ഷി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ എനിക്ക് തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഹ്യൂമർ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ബാക്കി പെർഫോമൻസ് ബേസിൽ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അതിന് 3 പേർക്കും ഗൈഡ് തരാം. അപ്പോൾ ഇനി അടുത്തതിൽ ബാക്കിയുള്ള കൗണ്ടറോടെ ഫില്ലാക്കി ഒരു ഗംഭീര സ്കിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായി. ഓൾ ദി ബെസ്റ്റ് എന്ന് പറയും. താങ്ക് യു ചേട്ടാ. നസീർക്ക, നല്ല രസമായിരുന്നു നമ്മുടെ
വിഷ്വൽ കേട്ടോ ഭയങ്കര രസമായിരുന്നു. കാര്യം അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഫാമിലി, അവിടെ ഒരു ഇടിച്ചു കയറിയ ഒരു അമ്മാവൻ വരുന്നു. മൊത്തത്തിൽ കാണാനൊരു സുഖമുണ്ട്. കാര്യം നമ്മൾ പോകാനായിട്ടുള്ളൊരു മനസ്സും നമുക്കും തോന്നിക്കും. അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു നിങ്ങൾ ആദ്യമേ. പിന്നെ അങ്ങോട്ട് റണ്ണിങ് ടൈമിൽ, അതായത് മുമ്പോട്ട് കഥ പോകുമ്പോൾ കുറേ സമയം നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എവിടെ ചിരിക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഒരു ഞെട്ടൽ പോലെ ഒരു ഒറ്റ അടി വന്ന് വീണത്. ആ അടിയിലാണ് നമ്മൾ പോലും ഒന്ന് ഉണർന്നത്. ആ അടിയുടെ ഫസ്റ്റ് അടിയിൽ അതായി. പിന്നെ ഈ പറയുന്ന ക്ലൈമാക്സ്, ഈ രണ്ട് സീക്വൻസേ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് നിന്നും. അതിലൊരു ഭാഗം, അതായത് അടി എന്ന് പറയുന്ന ആ സാധനം നിങ്ങൾ പല എപ്പിസോഡിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുക, അത് ഇങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ആ ക്യാരക്ടറും. അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോകുന്ന അഭിലാഷ് അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സാധനം 2 or 3 എണ്ണത്തിൽ നിങ്ങൾ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ആ ഒരു അടിയുടെ ചേഞ്ചും ഈ ക്ലൈമാക്സ്, അത് രക്ഷയില്ലാത്ത ക്ലൈമാക്സ് ആയിരുന്നു. ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ സാധനം ചെയ്തപ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ ഒന്നുകൂടെ ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഈ സാധനം എവിടെ നിൽക്കേണ്ടായിരുന്നറിയാം. കാര്യം അത്ര മൂടായിരുന്നു ഇത് കാണാനായിട്ട്. പക്ഷേ ചിരിക്കാനുള്ള പ്രതലമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മിന്നെറിയുമ്പോൾ ഒരു ഞെട്ടൽ മാത്രം പോരല്ലോ, നമുക്ക് മൊത്തം ഞെട്ടിക്കൊണ്ടേയിരിക്കണം. അതില്ലാതായിപ്പോയി. അഭിലാഷേ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയുകയാണ്, ഈ അഭിലാഷിന് ഏത് റോള് കിട്ടിയാലും അഭിലാഷിന് ചെയ്യാൻ പറ്റും. നല്ല കോസ്റ്റ്യൂം, ആ ഉത്സവത്തിന് പോകാനുള്ള ഒക്കെ നല്ല രസമായിരുന്നു. ഈ അടി എന്ന് പറഞ്ഞൊരു 1.5 അടിയാണ്. നമ്മളിവിടെ ഞെട്ടി അല്ലേ? ആ ചെടിച്ചട്ടി വെച്ചുള്ള ആദ്യത്തെ 3 അടി കേട്ടോ. അതെ, ഞാൻ വരെ ഞെട്ടിപ്പോയി. ആ ചേച്ചി അയ്യോ എന്ന് പറഞ്ഞു. ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടം വരെ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു. ഈ ഒരു ശകലം സാധനത്തിലാണ് നമുക്ക് പോയത്. ആ ചിരി സാരമില്ല, പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാജി ചേട്ടാ, ഒരു നല്ല ചിരിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും ഒരുപാട് പല സ്ഥലങ്ങളിലായിട്ട് ചിരിച്ചു. 3 പേരും അസല പെർഫോമൻസ് ആയിരുന്നു. ഈ പറയുന്ന ഫസ്റ്റ് ഈ വീടിൻ്റെ വിളക്കാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിനോടെ ആ വീടൊന്ന് പുറകെ കാണണമായിരുന്നു. അതിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട്. കുടിയേൻ്റെ ഒരു സൈലൻസ് ഉണ്ട് ചില സ്ഥലത്ത്. അതായത് പുള്ളി ഡയലോഗ് പറയുന്ന സമയത്ത് കുറച്ച് നേരം മിണ്ടായിരിക്കുന്നില്ലേ, ആ മിണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചിരിച്ചു. കാരണം വെച്ചാൽ ഡയലോഗ്സിനേക്കാൾ കൂടുതൽ ആ റിയാക്ഷൻ്റെ ഒരു പവർ എന്ന് പറയാം. നന്നായിരുന്നു, 3 പേര് നന്നായിരുന്നു. അഭിലാഷ് നന്നായിരുന്നു, വിഷ്ണു നന്നായിരുന്നു, സ്ഥലമായിരുന്നു. ഈ പറയുന്ന ക്ലൈമാക്സ് ആയിരുന്നു ഏറ്റവും അട്രാക്ഷൻ. ബാക്കിയുള്ള ഫസ്റ്റ് ഏരിയകൾ കുറച്ച് നമുക്ക് ഒരു ഡിലേ വന്ന പോലെ തോന്നി. ബാക്കിയെല്ലാം നന്നായിരുന്നു. അപ്പോൾ താങ്ക് യു കാര്യക്കാർ. അവർക്ക് നല്ല ക്ലൈമാക്സ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം സ്കോർ നമുക്കും വളരെ ഇഷ്ടപ്പെടുന്ന സ്കോർ ആയിരിക്കും കിട്ടുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ടിങ് ഷാജേട്ടൻ തന്നെ തുടങ്ങിക്കും. ഒരു 16,000. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ആർട്ട് സെക്ഷൻ ഉഗ്രം കയ്യിൽ കൊടുക്കട്ടെ. ഗ്യാസ് കുറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് ഞെട്ടി. പിന്നെ അതിനകത്ത് ക്യാപ്പില്ലേ, ഈ നമ്മൾ അടയ്ക്കുന്ന അടപ്പില്ലേ, അതുവരെ അതിനകത്ത് രജിസ്റ്റർ ചെയ്തെന്നുള്ളത് കേട്ടോ. അതിന് ഞാൻ പ്രത്യേക ഒരു കയ്യടി കൊടുക്കുകയാണ്. മാർക്ക് ഞാനും കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 15 മാർക്ക് ഞാൻ തരികയാണ്. 15 മാർക്ക് 15,000. അപ്പൊ ഇപ്പൊ ടോട്ടൽ 31,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഇക്ക റിവീൽ ചെയ്യും എത്രയാണെന്ന്. ഇക്ക പ്ലീസ്. ബാക്കിയതാ അടി കൊണ്ടതാണ്, ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ടേ. കിടക്കുന്നു 40,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. വേദനിച്ചോ ഏതെങ്കിലും അടി? എല്ലാം കൃത്യമായി തല കൊണ്ട് തന്നെ തടുത്തു എന്നുള്ളതാണ്. മീനാക്ഷി, ഈ തലയ്ക്ക് അടിയേറ്റ് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നോ രാജുമോനെ? അവരോട് നമ്മൾ പറയുമ്പോ തന്നെ പറയും ഇന്ന സാധനത്തിനാന്ന് പറയുമ്പോ അവര് തലച്ചടിക്ക് പൊട്ടിക്കാനുള്ളതാന്ന് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആർട്ടുകാരല്ലെങ്കിലും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ നാശനഷ്ടം വരുത്തുന്ന ഒരു ടീം നിങ്ങളാണെന്ന് കംപ്ലൈന്റ്. ഒരുപാട് സാധനങ്ങൾ തല്ലിയുടക്കി. അല്ല, രാജ്മോഹൻ നെഞ്ചത്താണ് 2 പ്രാവശ്യം കൊണ്ട് ചെടിച്ചിട്ട്. അഭിലാഷിന്റെ നെഞ്ചത്താണ്. പക്ഷേ വിഷ്ണു ചേട്ടൻ കറക്റ്റ് രാജ്മോഹൻ ചേട്ടൻ തലയ്ക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. വിഷ്ണു അത് എക്സ്പെർട്ട് ആക്കരുത്. ഒരു അടിച്ചുപൊളി സ്കിറ്റ് ആയിരുന്നു ഇത്. 40,000 രൂപ നേടിയിട്ടുമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് എന്തായാലും കൂടുതൽ തുകയും പഞ്ചുകളുമായിട്ട് അടുത്ത റൗണ്ട് വീണ്ടും കേട്ടോ. അതെ, താങ്ക് യു. ഇന്നത്തെ ഈ ഒരു ചിരി മധുരം നിങ്ങൾ എല്ലാവരും ഏറെ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാര്യക്കാർ ആസ്വദിച്ചില്ലേ? ഓഡിയൻസ് ആസ്വദിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is Meenakshi Sudesh signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Flowers Comedy. ഇത് ഐറ്റം വേറെ.
പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.